ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2025 ആക്ഷൻ കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിടിലൻ സിനിമയാണ്. ശരിക്കില്ലാന്ന് വിചാരിച്ചിട്ട് മസിൽ ഒഴിച്ചിരിക്കുന്ന ആൾക്കാർ വരെ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കുലുങ്ങി ചിരിക്കും. ആ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. ഈ ഒരു കൊള്ള സംഘങ്ങൾക്കൊക്കെ പണ്ട് കാലം മുതലേ അവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള തോന്നിയാസങ്ങളും അതിന്റെ തെളിവുകളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ഡയറിയോ ലെഡ്ജറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അതിപ്പോ ഒരു പെൺകുട്ടി അടിച്ചു മാറ്റിയിട്ട് ഒരു സേഫിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കാണ്. ആ ഭാഗത്തൊന്നും ആരും ഇല്ലെങ്കിലും ഇവള് നന്നായിട്ട് പേടിച്ചിട്ട് അവിടുന്ന് ഓടുന്നുണ്ട്. ഇതിനിടയിൽ ഇവളെ ഈ പണി ഏൽപ്പിച്ചിട്ടുള്ള പോലീസ് ഓഫീസർ വിളിക്കുകയാണ്. എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങള്? ആ ലെഡ്ജർ നിന്റെ കയ്യിലേക്ക് കിട്ടിയോ? ഏതൊക്കെ ക്രിമിനൽസ് ആണ് ഗ്യാങ്ങിലുള്ളത്? എന്റെ പൊന്നു സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു ലെഡ്ജർ ഞാൻ എങ്ങനെയൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇവളുടെ മുന്നിലേക്ക് ഒരു 3 ആളുകൾ വരികയാണ്. അതിൽ മുന്നിൽ നിൽക്കുന്ന ഈ കണ്ണാടിക്കാരൻ ഫോൺ ചെയ്തുകൊണ്ടാണ് വരുന്നത്. സാർ, ഞങ്ങൾ അവളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. അപ്പൊ എന്താ പോലെ, നമുക്ക് പോവല്ലേ? ഇവനിത് പറഞ്ഞ ഉടനെ തന്നെ അവളുടെ തല വഴി ആരോ ഒരാൾ ചാക്കിട്ട് മൂടുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലിരുന്നിട്ട് എന്തൊക്കെയോ ഉടായ്പ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് കാണാം. ഇവനാണ് നമ്മുടെ ഈ ഒരു കഥയിലെ സെക്കൻഡ് ഹീറോ. അവനെ നമുക്ക് കങ്ങെന്ന് വിളിക്കാം. അവൻ അവിടെ എന്താ ഒപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഗോൾഡ് ഒരുക്കിയിട്ട് അത് ചെറിയ ചെറിയ പ്ലേറ്റുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ CCTVയിൽ ആരോ ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവന്റെ റൂമിൽ താമസിക്കുന്ന മറ്റൊരുത്തനാണെന്ന് തോന്നുന്നുണ്ട്. ഇവനിപ്പോ ചാടി എണീറ്റിട്ട് അവൻ വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കാണ്. റൂമിലുണ്ടായിരുന്ന സകലമാന സാധനങ്ങളും അയാൾ ഇവിടെ എത്തുന്നതിന് മുന്നേ അവൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. റൂംമേറ്റ് വന്നിട്ട് വാതിൽ തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ ഒന്നും അറിയാത്തതുപോലെ ഭയങ്കര റിലാക്സ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. റൂംമേറ്റ് വന്നിട്ട്, ഓ നീ ഒന്ന് നേരത്തെ വന്നോ, എന്തായിരുന്നു ഇവിടെ പണി, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവനിപ്പോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് റൂംമേറ്റിനെ ഡൈവേർട്ട് ചെയ്തിട്ട് നേരെ ടോയ്ലറ്റിലേക്ക് പോവാണ്. വാതിലടച്ച ഉടനെ തന്നെ ഇവന്റെ മുടി പിടിച്ച് വലിക്കുന്നുണ്ട്. നോക്കുമ്പോൾ അതൊരു വിഗ് ആയിരുന്നു. ആ വിഗിന്റെ ഉള്ളിലാണ് ഇവൻ ഈ ഒരു ഗോൾഡ് എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവനും അതുപോലെ തന്നെ ഇവന്റെ റൂംമേറ്റും വർക്ക് ചെയ്യുന്നത് ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് ടീമിന് വേണ്ടിയിട്ടാണ്. അവിടുന്ന് നൈസായിട്ട് കുറച്ച് ഗോൾഡ് അടിച്ചു മാറ്റിയിട്ട് ആരും ഇല്ലാത്ത സമയത്ത് അത് ഉരുക്കി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇവൻ സേവ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ഒരു പണി നടക്കുന്നതിന്റെ ഇടയിലാണ് റൂംമേറ്റ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവനിങ്ങനെ പലപ്പോഴായിട്ട് അടിച്ചു മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ പ്ലേറ്റുകളാക്കി വെച്ചിട്ടുള്ള ഗോൾഡുകളെല്ലാം ഒരു ബാഗിലിട്ടിട്ട് ഈ ടോയ്ലറ്റിന്റെ റൂഫിന്റെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ട് അവനിപ്പോ അവിടുന്ന് മുങ്ങാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ റൂഫ് ടോപ്പിൽ നിന്നും ഒരു പെൺകുട്ടി കരയുന്നതായിട്ട് ഇവൻ കേൾക്കുകയാണ്. കുറച്ചു നേരം അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ താഴേക്ക് ഇറങ്ങി വരാണ്. പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഇവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അതൊരു പോലീസുകാരനായിരുന്നു. ആക്ച്വലി പോലീസുകാരന്റെ ഇൻഫോമർ ആയിരുന്നു നമ്മുടെ കങ്ങ്. ഈ പോലീസുകാരനാണ് നമ്മുടെ ഹീറോ ആണെങ്കിൽ അടിച്ച് പൂക്കുറ്റിയായിട്ട് കാറും ഡ്രൈവ് ചെയ്തുകൊണ്ട് വരികയാണ്. അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഇവനെ വിളിച്ചിട്ടുള്ളത്. എടാ, എന്റെ ലൈഫ് എന്താ ഇങ്ങനെ? നീ എന്റെ ഇൻഫോമർ അല്ലേ? ഇപ്പൊ എനിക്ക് പൈസ തന്ന് സഹായിക്കുന്നത് നീയാണ്. നിന്റെ കയ്യിൽ നിന്ന് വരെ നക്കാപ്പിച്ച് വാങ്ങി ജീവിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഞാനുള്ളത്. എനിക്ക് ഇങ്ങനെയൊന്നും ആയാൽ പോരാ. നീ ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് ടീമിനെ പറ്റിയിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ നേരെ അങ്ങോട്ടേക്ക് വരാം. നമുക്ക് രണ്ടുപേരും കൂടി പോയിട്ട് അവരുടെ കയ്യിലുള്ള ഗോൾഡ് മുഴുവനും അടിച്ചു മാറ്റാം. കിട്ടുന്നത് 50-50 ആക്കാം. എന്ത് പറയുന്നു? ഗോൾഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങ് സുഖിക്കാം. ആഹാ, സുഖിക്കാന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഗോൾഡിന്റെ ആ ഒരു തിളക്കം കണ്ണിലേക്ക് അടിച്ചിങ്ങനെ കയറുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ മുന്നിലേക്ക് നോക്കുന്ന സമയത്ത് അവന്റെ ഓപ്പോസിറ്റ് വലിയൊരു ട്രക്ക് വരുന്നുണ്ടായിരുന്നു. അതിന്റെ ലൈറ്റ് കണ്ടിട്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് കാറ് വെട്ടിത്തിരിക്കുകയാണ്. ബോധം വരാനായിട്ട് കുറച്ച് സമയം വൈകിയിരുന്നെങ്കിൽ ഇപ്പോ ശരിക്കും സ്വർഗത്തിലെത്തിയനെ. അതാലോചിച്ചിട്ട് ഹീറോ ഇങ്ങനെ വിറച്ച് കാറിലിരിക്കുകയാണ്. കങ്ങനാണെന്നുണ്ടെങ്കിൽ ഇത്ര സമയത്തും ഇവന്റെ ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് തന്നെ ഹലോ സാർ, നിങ്ങൾ അവിടെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ നല്ല രീതിയിൽ ടെൻഷനായിട്ട് അവന് വെറുപ്പിക്കുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സ്വർഗത്തിൽ പോയി തിരിച്ചു വന്നതാ, കുഴപ്പമില്ല, എന്റെ പ്ലാൻ എങ്ങനെയുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ കങ്ങ് പറയാണ്, നിങ്ങൾ പോലീസുകാരനല്ലേ, നിങ്ങളല്ലേ നിയമം സംരക്ഷിക്കേണ്ടത്, അത് നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാലോ? ഇത് ഗവൺമെന്റിൽ അറിയിച്ചിട്ട് ഈ സ്ഥലം നിങ്ങൾ റേഡിയല്ലേ വേണ്ടത്. നിങ്ങൾ ഈ ചിന്തിക്കുന്ന രീതി ഒട്ടും ശരിയല്ല. പോരാത്തതിന് നിങ്ങളിപ്പോ വെള്ളം അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ബാത്റൂമിന്റെ ജനൽ വഴി അവൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്. തൊട്ടടുത്ത ബിൽഡിങ്ങിന്റെ മേൽക്കൂര വഴി കയറിയിട്ട് അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവാന്നായിരുന്നു ഇവന്റെ പ്ലാന്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവന്റെ റൂംമേറ്റ് വന്നിട്ട് ഡോറിന്റെ മുകളിൽ അടിച്ചു പൊളിക്കുന്നുണ്ട്. എടാ, എത്ര നേരമാണ് നീ അതിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്? നീ എന്താ അവിടെ തപസ്സിയാണോ? നമ്മുടെ ബോസ് വന്നിട്ടുണ്ട്, അയാൾക്ക് നമ്മുടെ രണ്ടുപേരും കാണണം, എന്തോ അർജന്റ് ആയിട്ടുള്ള കാര്യമാണെന്നാ പറയുന്നത്. നീ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാന്ന് പറയാണ്. കങ്ങും ഈ സമയത്തേക്കും ഇറങ്ങി ആ ഒരു റൂഫിന്റെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവന്റെ റൂംമേറ്റ് പറഞ്ഞതുപോലെ അവരുടെ ബോസും കുറച്ച് ടീംസും അവിടെ വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ഈ പുരപ്പുറത്തിരിക്കുന്ന അങ്ങനെ അമ്മമാര് കണ്ടു കഴിഞ്ഞാൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും. അതുകൊണ്ട് ഇന്ന് മുങ്ങണ്ട, പിന്നെ ഇവിടുന്ന് ഗോൾഡുമായിട്ട് മുങ്ങാന്ന് പ്ലാൻ ചെയ്യാണ്. ഇവൻ ഗോൾഡ് വെച്ചിട്ടുള്ള ബാഗെല്ലാം ബാത്റൂമിന്റെ റൂഫിലേക്ക് വെച്ചിട്ട് റൂംമേറ്റിനെയും കൂട്ടിയിട്ട് താഴേക്ക് ബോസിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. എന്താ ബോസ് ഇത്ര അർജന്റായിട്ട് ഞങ്ങളെ കാണുന്നു പറഞ്ഞത്? എന്തെങ്കിലും ടാസ്ക് ഞങ്ങളെ ഏൽപ്പിക്കാനാണോ? ഇനിയും ഗോൾഡ് വരുന്നുണ്ടോ? എത്ര കിലോ ഉണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാ ബോസ് പറയാണ്,
എന്റെ പൊന്നുമോനെ, നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാതെ ഞാൻ ചെയ്യോ. മക്കളിപ്പോ വാ, എന്തായാലും ഒരു കാര്യമുണ്ട്, നമുക്കൊരു സ്ഥലം വരെ പോവാം, കാറിലേക്ക് കയറ് എന്നും പറഞ്ഞിട്ട് ഇവന്മാരിപ്പോ വണ്ടിയിലേക്ക് ഉന്തി കയറ്റാണ്. കാറിപ്പോ സ്റ്റാർട്ടായിട്ട് ആ ഒരു ഹൈവേ കൂടെ അതിവേഗം ഇങ്ങനെ പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ കങ്ങും അവന്റെ ബോസും ടീമൊക്കെ പോകുന്ന ആ ഒരു കാറിനെ ക്രോസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന കാണിക്കുകയാണ്. ഹീറോനെ അവിടെ വിട്ടിട്ട് നമ്മുടെ കങ്ങിരിക്കുന്ന കാറിലേക്ക് നോക്കുകയാണെങ്കിൽ കങ്ങിനെന്തോ കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊരു ഫീൽ ഇപ്പോൾ വരുന്നുണ്ട്. ഈ ബോസ് എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആ ഒരു സംശയത്തിൽ അവനിങ്ങനെ ഇരിക്കുകയാണ്. ബോസ് ഇപ്പൊ അവനോട് പറയുന്നുണ്ട്, എടാ മോനെ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ കൂടെ നിന്ന് പോലീസുകാർക്ക് നമ്മൾ ഒറ്റ കൊടുക്കുന്ന ആരോ ഉണ്ട് പോലും. അതാരായിരിക്കും? അതാരാന്ന് മനസ്സിലാക്കാനായിട്ട് പോലീസിലുള്ള നമ്മുടെ ഇൻഫോമേഴ്സിന്റെ അടുത്ത് ആ ഒരു ലിസ്റ്റ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അവന്മാര് എനിക്കൊരു ഫയൽ അയച്ചു തന്നിട്ടുണ്ട്. ഇതിൽ എന്താ പറഞ്ഞിട്ടില്ല എന്നുള്ളത് നീ തന്നെ വായിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഫയൽ ഇപ്പോൾ നമ്മുടെ കങ്ങനെ കൊടുക്കുകയാണ്. കങ്ങന്റെ ഹാർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പടപടാന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിറച്ചിട്ട് ആ ഒരു ഫയൽ വാങ്ങിയിട്ട് ഈശ്വര ഇവന്മാരെന്നെ പൊക്കിയോ എന്ന് വിചാരിച്ചിട്ട് അവൻ ആ ഒരു ഫയൽ വായിച്ചു നോക്കുന്നുണ്ട്. ഈ ഒരു ഇൻഫോമർ ചില്ലറക്കാരനല്ല, ഭയങ്കര ഫൈറ്ററാണ്. അന്വേഷിച്ച കേസുകളെല്ലാം ഒന്നും ഒഴിയാതെ തെളിയിച്ചിട്ടുണ്ട്. ഷാർപ്പ് ഷൂട്ടറാണ്, ഇന്റലിജന്റ് ആണ്. അപ്പോ ഇത് എന്റെ ഫയലല്ലല്ലോ. ഈ പോലീസ് ഓഫീസറുടെ പേര് എലൈറ്റ് പാർക്ക് എന്നാണെന്ന് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു സമാധാനം ആവുകയാണ്. ഏതോ എലൈറ്റ് പാർക്കാണ് ഇൻഫോമർ എന്നാ പറയുന്നേ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഫയൽ താത്താണ്. നോക്കുമ്പോൾ ബോസ് ആണെന്നുണ്ടെങ്കിൽ അവനെ തന്നെ ഇങ്ങനെ തീഷ്ണമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തോ എന്നെ സംശയമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ, ഞാൻ ഇൻഫോമർ ഒന്നുമല്ല. അവിടെ ഇവന്റെ റൂംമേറ്റ് തല ഇങ്ങനെ താഴേക്കാക്കിയിട്ട് നാണിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. ഇതെന്നെ പറ്റിയിട്ടല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ പറ്റിയിട്ടായിരിക്കും. ഇനി ഇവനാണോ എലൈറ്റ് പാർക്ക്? ഇവർ ഒരുമിച്ച് ഗോൾഡ് ഒളിപ്പിക്കാൻ വന്ന സമയത്ത് ഇവൻ എന്തൊക്കെയോ കൈകൊണ്ട് കാണിക്കുന്നത് നമ്മുടെ കങ്ങ് കണ്ടിട്ടുണ്ടായിരുന്നോ? അന്ന് ഇവന് പ്രാന്താന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഒഴിവാക്കിയത്. കൈകൊണ്ട് കാണിച്ചതെല്ലാം സിഗ്നൽ ആയിരുന്നല്ലേ. ഓഹോ, ഇത്രയും നാളും നൈസായിട്ട് ഇവൻ എന്നെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. അപ്പൊ ഇവൻ തന്നെ ആയിരിക്കും എലൈറ്റ് പാർക്ക് എന്നൊക്കെ ആലോചിച്ചിട്ട് ഹീറോ തിരിഞ്ഞു നോക്കുമ്പോ ബോസ് അപ്പോഴും തീഷ്ണമായിട്ട് കങ്ങനെ തന്നെ നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നോ? നിങ്ങൾ എന്തിനാ എന്നെ തന്നെ നോക്കിയിരിക്കുന്നത്? ഈ ഫയലിൽ പറഞ്ഞിട്ടുള്ള വല്ല കാര്യങ്ങളും എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു പോലീസ് ഓഫീസറാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങോട്ട് നോക്ക്, അവനാണ് നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന പീസ് എന്നിങ്ങനെയൊക്കെ കങ്ങ് പറഞ്ഞതും കുനിഞ്ഞിരിക്കുന്നുണ്ടായിരുന്ന എലൈറ്റ് പാർക്ക് ഇപ്പോ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനാടാ എലൈറ്റ് പാർക്ക് എന്നൊക്കെ മാസമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോ അവൻ ചാടി എണീക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ബോസ് അവനൊരു ചവിട്ട് കൊടുക്കുകയാണ്. അവനിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു പോകുന്നുണ്ട്. സീരിയസ് ആയിട്ട് ഇവിടെ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണോ കിടന്ന് ചിരിക്കുന്നത്? നീ പറ മോനെ, നീയല്ലേ എലൈറ്റ് പാർക്ക് എന്നിപ്പോ കങ്ങിനോട് വീണ്ടും ചോദിക്കുകയാണ്. നമ്മുടെ കങ്ങ് എന്തൊക്കെ പറഞ്ഞിട്ടും പുറത്തേക്ക് തെറിച്ചു പോകാനാണ് എലൈറ്റ് പാർക്ക് എന്ന് ബോസ് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു കെട്ടിയിട്ട് ഇപ്പോ നടുക്കടലിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ വെച്ചിട്ട് ഇവന്റെ കാലിലൊരു വെയിറ്റ് ഒക്കെ കെട്ടിയിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇടാണ്. ഇപ്പൊ ഹീറോയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് റോബർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കങ്ങും ടീമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഫ്ലാറ്റിലേക്ക് കയറി വരാണ്. കിണ്ടി ആയതുകൊണ്ട് തന്നെ അവന്റെ റൂം നമ്പർ മാറി പോകുന്നുണ്ട്. ഇവരുണ്ടായിരുന്ന റൂം 305 ആയിരുന്നു. എന്നാൽ അണ്ണൻ പോയി കയറിയ റൂമാണെന്നുണ്ടെങ്കിൽ 308. അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ബൊമ്മയും സാധനങ്ങളൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അകത്തേക്ക് മാസമായിട്ട് ചാടി വീഴുന്നുണ്ട്. ഹാൻഡ്സ് അപ്പ് എന്ന് പറയാണ്. എന്നാൽ കൈ പൊക്കാൻ പോയിട്ട് ഒന്ന് മൂളാൻ പോലും അവിടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഇതെന്താ ഇപ്പൊ ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ട് അവനങ്ങനെ നിൽക്കുകയാണ്. അതിനിടയിൽ അവിടെ വലിയൊരു ഐസ് ബോക്സ് ഇരിക്കുന്നത് ഇവൻ കാണുകയാണ്. അത് തുറന്നു നോക്കാനായിട്ട് മെല്ലെ പോവാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മൾ സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടിട്ടില്ല ആ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് പോയിട്ടുള്ള ടീമില്ലേ, കന്നഡക്കാരന്റെ ടീം, അവരിപ്പോ ഈ റൂമിലേക്ക് കയറി വരാണ്. ഇവരുടെ റൂമായിരുന്നു അത്. ഹീറോയെ കണ്ട സമയത്ത് തന്നെ ഇവന്മാരെല്ലാം വട്ടം ചുറ്റി അങ്ങനെ നിൽക്കുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ആക്ച്വലി റൂം നമ്പർ മാറിപ്പോയിട്ടുണ്ട്. ഇത് 308 അല്ലേ, ഞാൻ 305 പോകേണ്ടത്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ പോവാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു ചുമര് മാതിരി ഫ്രണ്ടിൽ ആരോ ഒന്ന് വന്ന് നിൽക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് കന്നഡക്കാരന്റെ ആളാണ്. അങ്ങനെ ഇപ്പൊ അവർ ഹീറോയെ പിടിച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോലീസാടാ, എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചയിൽ വിളിച്ച് കൂവുകയാണ്. എന്നാൽ അതൊന്നും ഇവന്മാർ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോസും ടീംസും കരയിൽ എത്തിയിട്ടുണ്ട്. ഇനി ആ ഇൻഫോമറിനെ കൊണ്ട് നമുക്ക് ഒരു ശല്യം ഉണ്ടാവില്ല എന്ന് ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ വേറൊരു ബോട്ടിൽ കങ്ങ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ. അതിൽ മീൻ പിടിക്കാൻ വന്നിട്ടുള്ള ഒരു അപ്പാപ്പൻ ഇവനെ അവിടെ നിന്ന് രക്ഷിച്ചിട്ട് ഈ ബോട്ടിൽ കയറ്റി കരയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ബോസും ടീമും ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ കങ്ങ് കരയിലെത്തിയിട്ടുണ്ട്. ഈ തവണ അവനെ മിസ്സാക്കാൻ പാടില്ല, പിടിക്കടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവനെ ഓടിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ബോസിന്റെ ആളുകൾ കരയിലേക്ക് കാലെടുത്ത് വെച്ച ആ ഒരു നിമിഷം ചുറ്റും ലൈറ്റുകൾ തെളിയാണ്. നോക്കുന്ന സമയത്ത് ഒരുപാട് പോലീസുകാരുടെ കാറുകൾ അങ്ങനെ നിരത്തി നിർത്തിയിട്ടുണ്ട്. കാറിൽ വെച്ചിട്ട് മാസ് കാണിക്കാൻ പറ്റാതിരുന്ന നമ്മുടെ എലൈറ്റ് പാർക്ക് അവന്റെ മൊത്തം ടീമിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എല്ലാരും കൂടി വന്നിട്ട് ബോസിനെയും ഗ്യാങ്ങിനെയും അവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ്. ഇപ്പോ ആ കന്നഡക്കാരൻ അവന്റെ ബോസിനെ വിളിക്കുന്നുണ്ട്. ബോസ്, ഇന്നലെ ഞങ്ങളുടെ റൂമിലേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ പേര് സാങ് എന്നാണ്. അയാളെന്തോ റൂം മാറി കയറിയതാന്നാ പറഞ്ഞേ. പക്ഷെ നമ്മളെ കാണാതെ പോയിട്ടുള്ള ആ ലെഡ്ജർ തെരഞ്ഞിട്ടാണ് അയാൾ വന്നതെന്ന് എനിക്ക് തോന്നുന്നേ. ഇപ്പൊ ബോസ് പറയാണ്, അതൊന്നും കുഴപ്പമില്ല, പേരെന്താ പറഞ്ഞേ, സാങ് എന്നല്ലേ. നമ്മുടെ കൂടെ ആ ഒരു പോലീസ് ചീഫ് ഉണ്ടല്ലോ, അവന്റെ അണ്ടറിലായിരിക്കും സാങ് ഒക്കെ ഉള്ളത്. ഞാൻ അവനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. അടുത്ത സീനിൽ ആ ഒരു പോലീസ് ചീഫിനെ വിളിക്കുകയാണ്.
പറയുകയാണ്. ഫസ്റ്റ് സീനിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയോട് ലെഡ്ജർ അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറഞ്ഞത് ഈ ഒരു പോലീസുകാരൻ തന്നെയാണ്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. പോലീസുകാരൻ്റെ അടുത്ത് നമ്മുടെ കന്നടക്കാരന്റെ ബോസ് ആയിട്ടുള്ള ആ ഗ്യാങ്സ്റ്റർ പറയാണ്, മാസം നല്ല പൈസ നീ എന്റെ അടുത്ത് വാങ്ങുന്നില്ലേ, പിന്നെ എന്തിനാ പോലീസുകാരെ ഇങ്ങനെ കയറൂരി വിട്ടേക്കുന്നത്? നിനക്ക് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ. എന്ത് സാങ് നിങ്ങളുടെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? അവനെ പറ്റിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആളൊരു കോമഡി പീസാണ്. ഇത്രയും വയസ്സായിട്ടും പ്രമോഷൻ ഒന്നും ആവാതെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ടൈപ്പ്. അവന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ പ്രമോഷനൊക്കെ വാങ്ങിയിട്ട് എവിടെയോ എത്തിപ്പോയിട്ടുണ്ട്. ആശ മാത്രം ഇപ്പോഴും ആ ഒരു പഴയ പോസ്റ്റിൽ തന്നെയാണുള്ളത്. ആ കാര്യമൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ഇപ്പൊ ഗ്യാങ്സ്റ്റർ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിനക്ക് അവന്റെ കാര്യം നോക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എന്റെ ആളുകൾ വെച്ചിട്ട് ഞാൻ അവനെ നിസ്സാരമായിട്ടൊക്കെ തട്ടിക്കളയാം. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ നീ അത് ഒതുക്കി തീർത്താൽ മതി. ചീഫ് ഇപ്പൊ പറയുന്നുണ്ട്, അവന്റെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എല്ലാ വർഷവും പറയാറില്ലേ എനിക്ക് പ്രമോഷൻ വാങ്ങിത്തരാന്ന്. ഈ പ്രാവശ്യമെങ്കിലും അതൊന്ന് ശരിയാക്കി തരോ? ഗ്യാങ്സ്റ്റർ ഇപ്പൊ പറയാണ്, അതൊക്കെ ഞാൻ വേണ്ട പോലെ നോക്കിയിട്ട് ചെയ്തോളാം. നീ പോയിട്ട് ആ പോലീസുകാരനെ ഒതുക്കാൻ നോക്ക്. നല്ല ദേഷ്യം വന്നിട്ടുള്ള ചീഫ് അയാളുടെ അണ്ടറിലുള്ള പോലീസുകാരെ മുഴുവനും വിളിച്ച് നിർത്തിയിട്ടുണ്ട്. നിങ്ങളോട് ആ ഒരു ലെഡ്ജർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള സാങ് ഒരു തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ്. അവൻ എവിടേക്കാ പോകുന്നത്, എന്താ ചെയ്യുന്നതെന്ന് പോലും നിങ്ങൾക്ക് എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അവന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ചീഫ് ഇപ്പോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസറെ നോക്കുന്നുണ്ട്. അവളാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നായിക. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഹീറോയിനും കൂടിയിട്ട് ഒരു മിഷന് വേണ്ടി പോയിട്ടുണ്ട്. നമ്മുടെ ഹീറോയുടെ ചില പൊട്ടത്തരങ്ങൾ കാരണം ആ ഒരു മിഷൻ അട്ടർ ഫ്ലോപ്പ് ആവുകയാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഹീറോയെ ഇവര് ഡീപ്രമോട്ട് ചെയ്തിട്ടുള്ളത്. ഹീറോയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവിച്ചെങ്കിലും ആ കൂടത്തിൽ തന്നെ നമ്മുടെ ഹീറോയിനെയും ഡീപ്രമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ചീഫ് ഇപ്പൊ അവളെ വിളിച്ച് പറയാണ്, ഇന്ന് മുതൽ നീ സാങ്ങിനെ ഫോളോ ചെയ്യണം. അവന്റെ ഓരോ മൂവ്മെന്റും നീ എന്നെ കൃത്യമായിട്ട് തന്നെ അറിയിക്കണം. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ആയിരിക്കും അടുത്ത ടീം ലീഡ്. പ്രമോഷൻ എന്ന് കേട്ട് കഴിഞ്ഞപ്പോ അവളുടെ മുഖത്തൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഈ ടീമിലുണ്ടായിരുന്ന ബാക്കി ആണുങ്ങൾക്കാർക്കും ഇവള് ടീം ലീഡ് ആവുന്ന ഇഷ്ടമല്ലായിരുന്നു. ഇതേ നേരത്ത് നമ്മുടെ ഹീറോയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ ആയിട്ടും ഇവന്റെ ഇൻഫോമറിന്റെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ എവിടെ പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കങ്ങിന്റെ വീട്ടിലേക്ക് വന്ന് നോക്കുകയാണ്. എന്നാൽ വീട് അടച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ആ ഒരു വാതിലും കുത്തി തുറന്നിട്ട് ഉള്ളിലേക്ക് കയറി നോക്കുന്നുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇത്രയും നാളും നമ്മുടെ ഹീറോ റെയ്ഡ് ചെയ്തിട്ടുള്ള എല്ലാ കേസുകളുടെയും ഇൻഫർമേഷൻ അവിടെ കങ്ങ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇനി ഇവന് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള കേസുകളും ഗ്യാങ്ങുകളും അവരുടെ ലിസ്റ്റും ഒക്കെ നമ്മുടെ കങ്ങ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. എന്തോ ഒരു കേസ് റിലേറ്റഡ് ആയിട്ട് കങ്ങിനെ നമ്മുടെ ഹീറോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് കങ്ങ് പറയാണ്, സാർ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഗുണമുള്ളത്? ഇതൊരു ചെറിയ കേസല്ലേ, എന്നെ വിട്ടൂടെ? എനിക്ക് ഒരുപാട് വലിയ ക്രൈം സിൻഡിക്കേറ്റുകളെ അറിയാം. അവരുടെ കൂടെ പോയി ചേർന്നിട്ട് അവരെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഞാൻ നിങ്ങളുടെ ഇൻഫോമർ ആവാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലം റെയ്ഡ് ചെയ്തിട്ട് ഒരുപാട് കള്ളന്മാരെ പിടിക്കാലോ, അങ്ങനെ പ്രൊമോഷൻ കിട്ടും. എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യാതിരുന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയ്ക്കും ശരിയാണെന്ന് തോന്നി. അന്ന് മുതൽ ഹീറോയിന്റെ ഇൻഫോമർ ആണ് നമ്മുടെ കങ്ങ് ആദ്യമായിട്ട് ഇവൻ ഇൻഫോം ചെയ്തിട്ടുള്ളത് ഫോൺ വിളിച്ചിട്ട് ഫ്രോഡ് പരിപാടികളെല്ലാം ചെയ്യുന്ന ഒരു ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിനായിരുന്നു. ഹീറോ ഇപ്പൊ ഗണ്ണൊക്കെ ആയിട്ട് അവരുടെ ഓഫീസിലേക്ക് പാഞ്ഞു കയറുന്നുണ്ട്. വാതിൽ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ജനലിൽ കൂടെ തോക്കുള്ളിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നിൽക്കോ? എല്ലാവരും കണ്ടം വഴി ഓടുകയാണ്. ഹീറോയും ഇപ്പോ അവരുടെ പുറകെ തന്നെ ഓടുന്നുണ്ട്. എന്നാൽ എത്ര ഓടിയിട്ടും നമ്മുടെ ഹീറോയ്ക്ക് അവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് കങ്ങ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓഫീസിൽ നിന്ന് ആളുകൾ മുഴുവൻ ഇറങ്ങി ഓടിയല്ലോ. അവനിപ്പോ വേഷം മാറിയിട്ട് ഇവരുടെ ഓഫീസിലേക്ക് വന്നിട്ട് സേഫ് തുറന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പൈസ മുഴുവനും കൊള്ളയടിക്കുകയാണ്. ഈ ഒരു സിറ്റിയില് ചീട്ട് കളിക്കുന്നവരെയും മയക്കുമരുന്ന് വിൽക്കുന്നവരെയും ഗ്യാമ്പിൾ ചെയ്യുന്നവരെയും ഫ്രോഡ് പരിപാടികൾ കാണിക്കുന്നവരെയും പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവരെയും അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ കങ്ങ് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഹീറോയും വന്നിട്ട് 1 by 1 ആയിട്ട് ഇവിടെ എല്ലാം റെയ്ഡ് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ആളുകൾ ഹീറോയെ കാണുമ്പോൾ ഇറങ്ങി ഓടും. ആ ഒരു ഗ്യാപ്പിൽ കങ്ങ് അവിടെ വന്നിട്ട് കൊള്ളയടിക്കും. ഇതായിരുന്നു ഇവന്റെ ഒരു ബിസിനസ് പ്ലാന്. അങ്ങനെ ഹീറോയെ യൂസ് ചെയ്തിട്ട് ഇവൻ കെട്ടുകെട്ടായിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാഗ് നിറയെ പൈസ അവന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഹീറോ ഇപ്പോൾ ആ ഒരു ബാഗ് എടുക്കുന്നുണ്ട്. നീ എന്നെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കിയല്ലേ, ഇനി ഈ ഒരു പൈസ എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീറോ ആ ഒരു ബാഗുമായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മാസ്ക് ധരിച്ചിട്ടുള്ള കുറെ മണ്ടന്മാർ അങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ഈ ഒരു ബാഗ് ആണോ? എന്നാ പിന്നെ ഈ മുള്ളംകൊല്ലി വേലായുധനെ അടിച്ചു തോപ്പിച്ചിട്ട് ഈ ബാഗ് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ബാഗ് ഇപ്പോ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അവൻ താഴേക്കിട്ടാണ്. പിന്നെ ഹീറോ ചാടി വീണിട്ട് 1 by 1 ആയിട്ട് എല്ലാത്തിനെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഹീറോ അറിയാതെ ബാക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരുത്തൻ വലിയൊരു കമ്പി കഷ്ണം കൊണ്ട് നമ്മുടെ ഹീറോയുടെ തലയ്ക്ക് അടിക്കുന്നുണ്ട്. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റൺ ഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹീറോ തല ഇറങ്ങിയപ്പോ താഴേക്ക് വീഴാണ്. ഈ വന്നിട്ടുണ്ടായിരുന്ന ടീം മറ്റാരും ആയിരുന്നില്ല, ആ ഒരു കന്നടക്കാരന്റെ ടീമായിരുന്നു. ഹീറോയും ഇൻഫോമർ ആയിട്ടുള്ള കങ്ങനെയും തട്ടിക്കളയാൻ വേണ്ടിയിട്ടായിരുന്നു അവന്മാർ വന്നിട്ടുണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നത്. അങ്ങനെ കന്നഡക്കാരന്റെ ടീം ഹീറോയെ തട്ടി ഡിക്കി കയറ്റിയിട്ട് ഒരു റിമോട്ട് ആയിട്ടുള്ള പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹീറോയിനെ കൊന്നു കുഴിച്ചു കൂടാനായിട്ട് അമ്മമാരിപ്പോ വലിയൊരു കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഴിയുടെ പണിയെല്ലാം ഒരുവിധം കഴിഞ്ഞ സമയത്ത് ഇവരുടെ ടീമിലുണ്ടായിരുന്ന അജാനുബാഹുവായിട്ടുള്ള ഒരു ബുദ്ധിശൂന്യൻ ഇപ്പൊ ഹീറോയെ ഇട്ട് വെച്ചിട്ടുള്ള കാറിന്റെ ഡിക്കി തുറക്കാണ്. എന്നാൽ ഡിക്കി തുറന്ന വഴിക്ക് തന്നെ ഹീറോ അവന്റെ കാല് വെച്ചിട്ട് നമ്മുടെ പാവം അജാനുബാഹുയുടെ തലയ്ക്ക് മണിയടിച്ചിട്ട് അവനെ ബോധം കെടുത്തി നിലത്തിടാണ്. അവൻ നൈസായിട്ട് ആരും കാണാതെ മുന്നിലുണ്ടായിരുന്ന കാട്ടിലേക്ക് ഓടുകയാണ്. 100-110 അവൻ വെച്ച് പിടിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഓടി ഓടിയിട്ട് കറങ്ങി തിരിഞ്ഞ് വീണ്ടും കുഴിയെടുത്തോണ്ടിരിക്കുന്ന നമ്മുടെ കന്നഡക്കാരനല്ലേ അവന്റെ മുന്നിലാണ് വന്ന് നിന്നത്. കന്നഡക്കാരൻ ഇപ്പൊ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. ഇതിന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇവൻ ഡിക്കിന്ന് ഇറങ്ങി ഓടിയോ, പിടിക്കടാ അവനെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടീംസ് മുഴുവനും നമ്മുടെ ഹീറോയിന്റെ പുറകെ തന്നെ ഓടുകയാണ്. അടിപൊളി, ഭൂമി ഉരുണ്ടതാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. പെട്ടല്ലോ കർത്താവേ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞോടുന്നുണ്ട്. ഹീറോയുടെ പുറകെ ഗുണ്ടകള് കാറിൽ അവനെ ചേസ് ചെയ്തും വരുന്നുണ്ട്. അങ്ങനെ ഓടി ഓടിയിട്ട് ഹീറോ ഇപ്പൊ കാറിന്റെ പുറത്തേക്ക് ഇറങ്ങിയതും അതിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു പോലീസ് വണ്ടി ഹീറോ ഇടിച്ചിട്ടാണ്. ഇനി പോലീസുകാർ കണ്ടിട്ട് വള്ളിയാവണ്ടെന്ന് പറഞ്ഞിട്ട് ഗുണ്ടകള് അപ്പൊ തന്നെ അവിടുന്ന് സ്ഥലം വിടുകയാണ്. പോലീസുകാർ പെട്രോളിങ്ങിന് ഇറങ്ങിയതാണെങ്കിലും നൈസായിട്ട് രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഹീറോയെ ഇടിച്ചിട്ട് കഴിഞ്ഞപ്പോ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നവൻ പറയാണ്, ഒരു കുഞ്ഞു മാനാന്ന് തോന്നുന്നു, ഞാൻ അതിനെ ഇടിച്ചിട്ടുണ്ട്. ഇപ്പൊ മറ്റവൻ പറയാണ്, എടാ മാനൊന്നും അണ്ടർവെയർ ഇടാറില്ലല്ലോ. അത് ശരിയാ, 2 കാലിലും മാന ഓടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ അങ്ങോട്ടും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചർച്ച. ഇതിനിടയിൽ ഹീറോ തന്നെ ഒരു വിധത്തില് എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് എണീറ്റ് വരുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പൊ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. സാധാരണ വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇടി കൊണ്ടവനാണല്ലോ പൈസ കിട്ടേണ്ടത്. എന്നാൽ നമ്മുടെ ഹീറോയിന്റെ സമയം നല്ല ബെസ്റ്റ് സമയമായതുകൊണ്ട് തന്നെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഇൻഷുറൻസ് ഏജന്റ് പറയാണ്, ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ മുകളിലേക്ക് നീയാണ് പോയി ഇടിച്ചത്, അതുകൊണ്ട് ഈ ഒരു പോലീസുകാർക്ക് നീ അങ്ങോട്ടേക്കാ പൈസ കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയെ ഞെട്ടിക്കുന്നുണ്ട്. ഹീറോയാണെങ്കിൽ ഞാനും ഒരു പോലീസുകാരനാടാ, എന്നെ ആ ഗുണ്ടകൾ കൊല്ലാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ഓടി വന്നത്, ആ സമയത്ത് ഇവന്മാർ എന്നെ ഇടിച്ചിട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരികയാണ്. ഹീറോയിനെ കണ്ടു കഴിഞ്ഞപ്പോ ഹീറോ ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. പണ്ട് മുതലേ ഹീറോയ്ക്ക് ഇവളുടെ അടുത്ത് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു. ചെറുതല്ല, ഒത്തിരി വലുത്. ഭയങ്കര ഭ്രാന്തമായിട്ടുള്ള ഒരു വൺ സൈഡ് പ്രേമമായിരുന്നു ഹീറോയ്ക്ക് അവളോട് ഉണ്ടായിരുന്നത്. എന്നാൽ ഹീറോ കാരണം ഒരുപാട് പണി കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവനോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. എന്നാലും ചീഫ് പറഞ്ഞുകൊണ്ട് തന്നെ ഇവനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറന്റിൽ നിന്നിട്ട് അങ്ങനെ സംസാരിക്കുകയാണ്. ഹീറോയ്ക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ ഹീറോ പറയാൻ തുടങ്ങുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ന്യൂസില് എലൈറ്റ് പാർക്ക് ആ ക്രിമിനൽസിനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വീഡിയോസ് ഒക്കെ കാണിക്കുകയാണ്. പാർക്ക് എന്നാലും പിടിച്ചോണ്ട് പോയത് പോസിന്റെ ടീമിനെ മാത്രമായിരുന്നില്ല, നമ്മുടെ ഇൻഫോമറിനെയും, അതായത് കങ്ങനെയും മാമാരെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം എല്ലാം ടിവിയിൽ കണ്ടിട്ടുള്ള നമ്മുടെ ഹീറോ ഇപ്പൊ ചാടി എണീക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനിപ്പോ ജയിലിലാണുള്ളത്. ബോസിന്റെ ഗ്യാങ്ങും ഇവനും ഒരേ സെല്ലിൽ തന്നെ. ബോസിന്റെ ഗ്യാങ് എല്ലാം അവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എലൈറ്റ് പാർക്കിനെ ഓടിക്ക് വാ, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്. പണ്ട് ഹീറോയിന്റെ അടുത്ത് അടിച്ച അതേ ഡയലോഗ് തന്നെ അവനിപ്പോ വീണ്ടും അടിച്ചോണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ ഇവരുടെ കൂടെ അങ്ങനത്തെ ആളൊന്നും അല്ല, ഞാൻ ശരിക്കൊരു മറ്റേ ഇൻഫോമറാണ്. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാങ് എന്ന് പറഞ്ഞിട്ടൊരു പോലീസുകാരനുണ്ട് മറ്റേ സ്റ്റേഷനിൽ, നിങ്ങൾ പുള്ളിനൊന്ന് വിളിച്ചു ചോദിച്ചു നോക്ക്, ഞാൻ പുള്ളിയുടെ ഇൻഫോമറാ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവരോടെ പോയി ജോയിൻ ചെയ്തത്. എനിക്ക് ഇനിയും ഒരുപാട് ക്രിമിനൽസിനെ അറിയാം. നിങ്ങളിപ്പോ എന്നെ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വാങ്ങാനായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എലൈറ്റ് പാർക്ക് ഇപ്പൊ എല്ലാവരും കേൾക്കുന്നുണ്ട്. ഓഹോ, നീ എന്നെ ഹെൽപ്പ് ചെയ്യോ? ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനേ, നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു സൂപ്പ് ഓർഡർ ചെയ്യേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ എലൈറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ബോസിന്റെ ഗ്യാങ്ങിനെ എല്ലാം തട്ടി വിളിച്ച് എണീപ്പിക്കുകയാണ്. കേട്ടില്ല, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇൻഫോമർ ആണ് ഇവന്ന്, ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് പാർക്ക് ഇപ്പൊ അവിടുന്ന് പോകുന്നുണ്ട്. കങ്ങാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കിളി പോയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ബോസിന്റെ ടീംസ് ആണെന്നുണ്ടെങ്കിൽ ഇവരെ കടിച്ച് തിന്നാനായിട്ട് അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ ചുമ്മാ പോലീസുകാരോട് തമാശയ്ക്ക് അങ്ങനെ പറഞ്ഞ, അല്ലാണ്ട് ഞാൻ ശരിക്കും ഇൻഫോമർ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. ഇതിനിടയിൽ അവൻ പുറത്തേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ന്യൂസ് കണ്ടിട്ടുള്ള ഹീറോയും ഹീറോയിനും കൂടിയിട്ട് ഈ സ്റ്റേഷനിലേക്ക് കാങ്ങനെ തെരഞ്ഞെത്തിയിട്ടുണ്ട്. കങ്ങിപ്പോ അവിടെ കിടന്നിട്ട് ഉറക്കെ അലറി വിളിക്കുകയാണ്, സാറേ സാറേ ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ ഉമ്മാർ ഇവിടെ പിടിച്ചു വെച്ചേക്കാൻ, ഇങ്ങോട്ടേക്ക് വാ വേഗം വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് കരയുന്നുണ്ട്. ഹീറോയും ഇപ്പോ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് എനിക്ക് ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ആ ഒരു സെല്ലിൽ നിന്ന് തൽക്കാലം ഇറക്കുന്നുണ്ട്. എന്റെ പൊന്നു സാറേ, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ പോയിട്ട് ഞാൻ ചത്തു പോകേണ്ടായിരുന്നു. അവന്മാരെല്ലാം കൂടി എന്നെ പിടിച്ച് കടലിൽ കൊണ്ട് കെട്ടിത്താത്തി. പിന്നെ കാരണവന്മാർ ചെയ്ത പുണ്യം കൊണ്ട് ആ മുക്കന്മാർ വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തി. അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോ പറയാണ്, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ നിന്റെ ഫ്ലാറ്റിൽ പോയായിരുന്നു, അവിടെ നീ എനിക്കിട്ട് പണിഞ്ഞല്ല എഴുതി വെച്ചത് ഞാൻ കണ്ടു എന്നൊക്കെ നൈസായിട്ട് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും ഹീറോയിന്റെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ വിളിച്ചു പോകാൻ പറ്റൂല്ലോ. അതുകൊണ്ട് തന്നെ ഇവന് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ കോഡ് ഭാഷയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നീ എന്നെ യൂസ് ചെയ്തിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ഞാൻ കണ്ടു, ആ ലെഡ്ജർ ഞാൻ കണ്ടു എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹീറോയിന് മനസ്സിലായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ സീനിൽ ഒരു ലേഡി എടുത്തുകൊണ്ട് പോയില്ലേ ഒരു ലെഡ്ജർ, അത് അന്വേഷിച്ചിട്ടാണല്ലോ ഇവരുടെ പോലീസ് ടീം നടക്കുന്നത്. അതിപ്പോ കാങ്ങിന്റെ കയ്യിലുണ്ടെന്നാണ് ഇവള് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഹീറോ
ഹീറോ ആ സ്വർണ്ണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് 305 വന്നതും റൂം മാറിപ്പോയതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാണ്. ഹീറോയിൻ കാങ്ങിനോട് ചോദിക്കാണ്, അല്ല നീ 305 താമസിച്ചിട്ടുണ്ടായിരുന്നത്, 308 ആളുകളെ പറ്റിയിട്ട് നിനക്ക് എന്തെങ്കിലും അറിയോ, നീ അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചോദിക്കാണ്. കാങ് ഒരു ദിവസം പാർക്കിങ്ങിന്റെ കാര്യം എന്തോ സംസാരിക്കാനായിട്ട് 308 പോയിട്ടുണ്ടായിരുന്നു. വാതിൽ തുറന്നത് നമ്മുടെ അജാനു ബാഹുവാണ്. പാർക്കിംഗ് ഇഷ്യൂ ഒക്കെ അവനോട് സംസാരിച്ചതിന് ശേഷം അവൻ തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് ആ വാതിലിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടെയൊക്കെ നോക്കിയിട്ട് ഉള്ളിലെന്താ നടക്കുന്നതെന്നുള്ള കാര്യം അവൻ ഏകദേശം മനസ്സിലാവുകയാണ്. ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഹീറോയിനോടും പറയുന്നുണ്ട്. ഉള്ളിലൊരു പെണ്ണിനെ കൊണ്ടുവന്ന പോലെ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അത് ആരാ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് അങ്ങനെ കൂടുതൽ തലയിടാനും പോയിട്ടില്ല. പിന്നെ ഒരു ദിവസം ടോയ്ലറ്റിന്റെ മുകളിൽ ഞാൻ എന്റെ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ നോക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു പെൺകുട്ടി അലറി കരയുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഇവർ ആരോ തട്ടിക്കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് മർഡർ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടിട്ട് ഹീറോയിനും നല്ല രീതിയിൽ ഷോക്ക് ആവുകയാണ്. അവരിപ്പോ അവരുടെ അപ്പാർട്ട്മെന്റിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഇവരൊരു വലിയ ഐസ് ബോക്സ് അവിടുന്ന് തള്ളിക്കൊണ്ടുവന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മർഡർ നടത്തിയതിനു ശേഷം ഐസ് ബോക്സിലാക്കിയിട്ട് അവിടുന്ന് കൊണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഡിസ്കസ് ചെയ്യാണ്. ഇതിനിടയിൽ ഹീറോ ആ ഒരു റൂമിലേക്ക് പോയതും അവിടെ ഇവനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൈസയുടെ കാര്യമൊക്കെ ഇവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ഹീറോ ഇപ്പോ അവനെ ഹീറോയിന്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് കുറച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ പൈസ എന്റെ കൈ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് എന്റെ കയ്യിൽ നിന്നും മറ്റേ ടീം അടിച്ചുകൊണ്ട് പോയി. അവന്മാര് നിന്നെ തപ്പിയാ നടക്കുന്നുണ്ടായിരുന്നത്, എന്തിനാന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. അകത്ത് ഹീറോയും ഇൻഫോമറും മാത്രമേ ഉള്ളൂ. കങ്ങിപ്പോ ചോദിക്കാണ്, എന്താ സാർ ഒറ്റയ്ക്കുള്ള സമയത്ത് നിങ്ങൾ ഫുള്ള് വെള്ളവടിയും പരിപാടിയും അലമ്പല്ലോ ആണല്ലോ, ഇപ്പൊ അവര് നിങ്ങളുടെ കൂടെയുള്ള സമയത്ത് നിങ്ങൾ എന്താ ഒരുമാതിരി പൂച്ചക്കുട്ടിയെ പോലെ ഒതുങ്ങിയത്, എന്താ ലവ് ആണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹീറോയും അവന്റെ മനസ്സ് തുറക്കുന്നുണ്ട്. അത് പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരുമാതിരി ലവ് ആണ്. കുറച്ചു നാൾ മുന്നേ ഒരു ഗ്യാങ്ങിനെ പിടിക്കാനായിട്ടുള്ള മിഷനുമായിട്ട് ഞാൻ അണ്ടർ കവർ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അവരുടെ കൂടി ഇരിക്കുന്ന സമയത്ത് ഹീറോയിനും വേഷം മാറി അവിടേക്ക് അണ്ടർ കവർ ആയിട്ട് എത്തിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഹീറോ അവളെ ആദ്യമായിട്ട് കാണുന്നത്. കണ്ട സമയത്ത് തന്നെ ഹീറോയ്ക്ക് അവൾ ഒരുപാട് ഇഷ്ടമാണ്. ഇതൊരു മിഷനാന്ന് പോലും നോക്കാതെ അവൾ ഇംപ്രസ് ചെയ്യാനായിട്ട് ഹീറോ ഒരുപാട് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവൾക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കിളി പോയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് തന്നെ അവൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഗണ്ണിപ്പ താഴേക്ക് വീഴുന്നുണ്ട്. അത് അവിടെ ഉണ്ടായിരുന്ന ക്രിമിനൽസ് കാണാണ്. അങ്ങനെ ആ ഒരു മിഷൻ മുഴുവനായിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. ക്രിമിനൽസിന് ഞങ്ങൾ പോലീസാന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങുകയാണ്. ആ ഒരു സമയത്തും ഹീറോയിൻ അവരുടെ അടുത്ത് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് എല്ലാത്തിനും അടിച്ചിട്ടോണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ അടിച്ച് കിളി പാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഗ്യാങ്സ് എല്ലാം കൂടിയിട്ട് ഹീറോയിന്റെ ചുറ്റും അങ്ങനെ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഒരുത്തൻ അവളെ അടിക്കാനായിട്ട് വരികയാണ്. ഇത് കണ്ടിട്ടുള്ള ഹീറോ ആണെങ്കിൽ അവളെ രക്ഷിക്കാൻ വേണ്ടി ഒരു കുപ്പി എടുത്ത് എറിയുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു കുപ്പി പോയി കൊണ്ടത് അവളുടെ തലയ്ക്കായിരുന്നു. സ്പോട്ടിൽ തന്നെ അവളുടെ ബോധം പോവാണ്. അങ്ങനെ ആ ഒരു വലിയ മിഷൻ ഞാൻ ഒറ്റയ്ക്ക് കൊളാക്കിയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് കുറച്ച് പണിഷ്മെന്റ് ട്രാൻസ്ഫറും ഡീ പ്രമോഷനും ഒക്കെ കിട്ടി. അതേപോലെ തന്നെ ആ ഒരു പണിയൊക്കെ അവൾക്കും കിട്ടി. എന്നാലും അവളെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണെന്ന് ഹീറോ പറയുന്നുണ്ട്. ഹീറോ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഇതേ കഥ തന്നെ ആലോചിച്ചിട്ട് ഹീറോയിനും വണ്ടിയിൽ നിന്നും ഞെട്ടിയിടിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ ഇവളുടെ ചീഫ് അവളെ വിളിക്കുന്നുണ്ട്. ഈ ചീഫ് പറഞ്ഞിട്ടാണല്ലോ ഇവള് ഹീറോയുടെ പുറകെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവളിപ്പോ ചീഫിനെ ഇൻഫോം ചെയ്യാണ്. ഇവളുടെ മുന്നിൽ വെച്ചിട്ട് ഹീറോയും കാങ് കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയേണ്ടെന്ന് വെച്ചിട്ട് ഒരു കോഡ് ഭാഷ പോലെ ഹീറോയെ കാങ് പറ്റിച്ച കാര്യം എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ഡയറി അതിനെ ഹീറോ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹീറോയിൻ വിചാരിച്ചത് ഫസ്റ്റത്തെ സീനിൽ ഒരു ലേഡി എടുത്തിട്ടൊന്നല്ലേ ക്രിമിനൽസിന്റെ ലെഡ്ജർ, ആ ലെഡ്ജർ ആയിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കാങ് അടിച്ചു വിട്ടിട്ടുള്ള ആ ഒരു മർഡർ കേസും എല്ലാ കാര്യങ്ങളും ചീഫിനോട് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ ഫോൺ കട്ട് ചെയ്യാണ്. ആശാൻ നേരെ പോയത് നമ്മുടെ ആ ഒരു വലിയ ഗ്യാങ്സ്റ്ററല്ലേ കണ്ണടിക്കാരന്റെ ആശാൻ, അയാളെ കാണാനായിരുന്നു. നിങ്ങൾ എനിക്ക് കുറെ നാളായിട്ട് പ്രൊമോഷൻ തരാന്ന് പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ സാങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോലീസ് ഓഫീസറിന്റെ കാര്യമെല്ലാം ഞാൻ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ എന്റെ പ്രൊമോഷനുള്ള കാര്യങ്ങളെല്ലാം പൈസ എറിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് തരണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ ചിരിച്ചിട്ട് പറയാണ്, ആ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഒരുമാതിരി ചീഫിനെ ആക്കി പറയുന്ന രീതിയിൽ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഇവിടെ കാങ്ങിന്റെ അപ്പാർട്ട്മെന്റിലാണ് ഇപ്പൊ ഹീറോയും ഉള്ളത്. ഇവര് രണ്ടുപേരും കൂടിയിട്ട് അവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് ചീഫിന്റെ ടീം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്ന വഴിക്ക് തന്നെ നമ്മുടെ കാങ്ങിനെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. എടാ നിനക്ക് ആ ഗ്യാങ്സ്റ്ററിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയില്ലേ, നീ ഒരു കാര്യം ചെയ്യ്, എന്റെ ഇൻഫോമർ ആയിട്ട് വർക്ക് ചെയ്യ്, നിനക്ക് നല്ല പൈസ ഞാൻ ഉണ്ടാക്കി തരാം, അല്ലാതെ ഈ കിഴങ്ങന്റെ കൂടെയൊക്കെ നിന്ന് വർക്ക് ചെയ്തിട്ട് എന്താ കാര്യം എന്നാൽ അത് മാത്രം പറഞ്ഞിട്ട് കങ്ങനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയാലും കുഴപ്പമില്ലായിരുന്നു. ഈ പോലീസുകാരനിപ്പോ നമ്മുടെ ഹീറോയെ നല്ല രീതിക്ക് ചൊറിയാണ്. നീ എന്താ വിചാരിച്ചത് ഹീറോയിൻ നിന്റെ ആളാണെന്നോ, അവളിപ്പോ നമ്മുടെ ചീഫിന്റെ കൂടെയാണ്, അയാൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവള് ചെയ്യുള്ളൂ, നീ ഇങ്ങനെ ശോകാനവും പാടി നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ ഒരുമാതിരി ആക്കാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചൊറിഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, അവന്റെ മോന്തയ്ക്ക് തന്നെ നല്ല രീതിക്ക് കുത്താണ്. ഇപ്പൊ ബാക്കിയുള്ള പോലീസുകാരും നമ്മുടെ ഹീറോയിന്റെ നേരെ ചാടി വീഴുന്നുണ്ട്. എല്ലാരും കൂടിയിട്ട് ഇപ്പൊ ഹീറോ അടിച്ച് തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ചാൻസ് എന്ന് മനസ്സിലാക്കിയിട്ട് കങ്ങിപ്പോ ആ ഒരു ജനലിൽ കൂടെ പുറത്തേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ ഹീറോയും വിചാരിക്കുകയാണ് എസ്കേപ്പ് ചെയ്യാനായിട്ട് ഇത് തന്നെ ആയിരിക്കും നല്ല വഴി. അപ്പൊ ഈ വഴി തന്നെ രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് അവനും പുറത്തേക്ക് എടുത്ത് ചാടുകയാണ്. എന്നാൽ ചാടിയതിനു ശേഷമാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്. 2 നിലയുടെ മുകളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് താഴേക്കാണ് പാശം ചാടിയിട്ടുള്ളത്. കങ്ങിത് സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് ദൂരേക്ക് ചാടാതെ അടുത്ത ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നൈസായിട്ട് ചാടി എത്തിയിട്ടുണ്ട്. ഹീറോ ഇപ്പൊ നേരെ പോയിട്ട് മൂക്കാമണ്ടി അടിച്ച് നിലത്ത് കിടക്കുകയാണ്. നമ്മുടെ ഇൻഫോമർ മുകളിൽ നിന്നിട്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നല്ലോ. അവനിപ്പോ ഒരു വിധത്തിൽ താഴേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഹീറോയിൻ രക്ഷിച്ച് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ പോലീസുകാരുടെ കയ്യിൽപ്പെടാതെ സേഫ് ആയിട്ട് തന്നെ അവരവിടുന്ന് മാറിയിട്ടുണ്ട്. ഇപ്പൊ പോലീസുകാരുടെ വിചാരം എന്താ,
ആ ക്രിമിനൽസിന്റെ ലെഡ്ജർ ഉള്ളത് നമ്മുടെ ഇൻഫോമറിന്റെ കയ്യിലാണ്. ഇൻഫോമറിനെ പിടിക്കണമെങ്കിൽ ആരെ പിടിക്കണം? നമ്മുടെ ഹീറോയെ പിടിക്കണം. ഹീറോയെ പിടിക്കണമെങ്കിൽ ആര് വിചാരിക്കണം? അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടവും വിശ്വാസവും ഉള്ളത് ആരെയാണ്? ഹീറോയിനെയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു ചട്ടം കിട്ടുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ കങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ ഇവനെ തേച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവന് നല്ല രീതിയിൽ വിഷമം വരുന്നുണ്ട്. അവളും എന്നെ വിട്ട് പോയി, അവളിപ്പോ ആ ചീഫിന്റെ പുറകെയാന്നൊക്കെ അവന്മാര് പറയുന്നത്, എനിക്കിനി ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വെള്ളം അടിച്ചിട്ട് അവിടെ കിടന്ന് നല്ല രീതിയിൽ കരയുന്നുണ്ട്. ഇപ്പൊ കങ്ങാണെന്നുണ്ടെങ്കിൽ അവൻ സമാധാനിപ്പിക്കാണ്, പോയത് പോട്ടേണ്ട, നമുക്ക് വേറെ ടീമിനെ പിടിക്കാം, നിങ്ങൾ വിഷമിക്കാതിരിക്കേ. ഈ ഒരു സമയത്ത് ഹീറോയിൻ ഇപ്പോ ഹീറോയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഞാനിവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചീഫിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവന്മാരെ അവിടേക്ക് എന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല. ശരി, നമുക്ക് ആ ഒരു കേസിന്റെ പുറകെ പോവാം. ആ ഒരു കാര്യങ്ങളെല്ലാം എനിക്ക് നിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത് വേറെ ആരും അറിയില്ല. ഞാൻ പറയുന്ന അഡ്രസ്സിലേക്ക് നീ വാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പൊ കോള് കട്ട് ചെയ്യാണ്. ഹീറോയിൻ പോകാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ കങ്ങ് പറയാണ്, നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോ, ആ പെണ്ണുപിള്ളേനെ വിശ്വസിച്ചിട്ട് ഇനി പോകാൻ നിൽക്കണ്ട, പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടി വാങ്ങിച്ച് കൂട്ടുവേ, ഇനിയും അവരെ വിശ്വസിക്കരുത് എന്നൊക്കെ കങ്ങിപ്പോ ഹീറോയ്ക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഹീറോ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ഹീറോയിൻ പറഞ്ഞിട്ടുള്ള ആ ഒരു അഡ്രസ്സിലേക്ക് അവളെ കാണാനായിട്ട് പോവാണ്. കോളിംഗ് ബെല്ല് അടിച്ച സമയത്ത് ഹീറോയിൻ വാതിൽ തുറക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടത് കങ്ങനെയാണല്ലോ, അതുകൊണ്ട് തന്നെ നീ ഒറ്റയ്ക്കാണോ വന്നത്? കങ്ങ എവിടെയെന്ന് ചോദിക്കുകയാണ്. ആ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം, ഇപ്പൊ എന്നെ പോലീസുകാർ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയില്ലേ, ഞാൻ അകത്തേക്ക് കയറട്ടെ എന്ന് പറഞ്ഞിട്ട് വാതിലും തള്ളി തുറന്നിട്ട് അവൻ അകത്തേക്ക് കയറുകയാണ്. കങ്ങ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഉള്ളില് ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു. ഹീറോയെ കണ്ടൊഴിക്കുക തന്നെ എല്ലാം അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഒളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ സാറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേര് ഇതിനേക്കാളും വൃത്തിയായിട്ട് ഒളിച്ചിരിക്കും. ഹീറോയിൻ നോക്കുന്ന സമയത്ത് അവിടെയും ഇവിടെയെല്ലാം ഓരോരുത്തന്മാരെ ഒളിഞ്ഞിരിക്കുന്നത് കാണാണ്. ഇനിയിപ്പോ അത് ഹീറോ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അവളിപ്പോ ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർട്ടന്റെ ബാഗിൽ നിൽക്കുന്ന ആളെ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ കർട്ടൻ എല്ലാം ക്ലോസ് ചെയ്യാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയുടെ ചിന്ത വേറെ റൂട്ടിലാണ് പോകുന്നത്. ഇത്ര പെട്ടെന്ന് നിനക്ക് എന്നോട് സ്നേഹം തോന്നുന്നത് എനിക്കറിയില്ലായിരുന്നു. എന്നാലും കല്യാണത്തിന് മുന്നേ അതൊക്കെ മോശമല്ലേ, പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒരുമാതിരി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. മോന്തയ്ക്ക് എന്നെ ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ കേസിനെ പറ്റി സംസാരിക്കാൻ വരുമ്പോ നീ ഇത് പറഞ്ഞു അങ്ങോട്ടാ കയറി പോകുന്നേ? അല്ല, ഇവിടേക്ക് വരുന്ന സമയത്ത് കങ്ങനെ കൊണ്ടുവരുന്ന പറഞ്ഞല്ലേ, അവൻ എവിടേക്കാ പോയത്? അവനില്ലാതെ നമ്മൾ ഈ ഒരു കേസ് എങ്ങനെ തെളിയിക്കുക? കങ്ങന്റെ ലൊക്കേഷൻ മനസ്സിലാക്കാനായിട്ട് അവൾ നൈസായിട്ട് ട്രൈ ചെയ്യാണ്. എന്നാൽ ഹീറോ ഇപ്പൊ പറയുന്നുണ്ട്, ആ ഒരു കേസുമായിട്ട് ഗ്യാങ്സ്റ്ററിന്റെ കണക്ഷൻ ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ, ഗ്യാങ്സ്റ്ററിനെ പറ്റി മാത്രമായിരുന്നു അവൻ അറിയാതിരുന്നിട്ടുള്ളത്. അവന്റെ ക്യാരക്ടർ എന്താണെന്ന് നിനക്കറിയോ? അവനൊരു ശരിയായിട്ടുള്ള ഇൻഫോമർ ആണ്. ഈ ഒരു സമയത്ത് അവന്റെ പണി തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ ഹീറോ പറഞ്ഞത് വളരെ ശരിയായിരുന്നു. കങ്ങ് നേരെ പോയത് ആ ഒരു ഗ്യാങ്സ്റ്ററിന്റെ ടീമിലേക്കാണ്. അവിടെ ഇവർ ആരും അറിയാതെ അവരുടെ ടീമിലെ ഒരാളായിട്ട് കങ്ങ് മാറുന്നുണ്ട്. ഒരു ദിവസം ഒരു അടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ഇവൻ ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ മൂക്കിന് ഇടി വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് കങ്ങ് ഈ ടീമിലുണ്ട് എന്നുള്ളത് ഹീറോയിൻ വഴി ചീഫ് വഴി ഗ്യാങ്സ്റ്ററും അറിഞ്ഞിട്ടുണ്ട്. അന്ന് രാത്രി പണിയെല്ലാം കഴിഞ്ഞിട്ട് കങ്ങ് അവന്റെ കാറിലേക്ക് കയറിയിരുന്ന സമയത്ത് ഗ്യാങ്സ്റ്ററിന്റെ ആ ഒരു കണ്ണടക്കാരൻ കൊണ്ടേയും അവന്റെ ടീംസും വന്നിട്ട് കങ്ങനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പ്യൂപ്പായിട്ട് മാറിയിട്ടുള്ള ഒരു പുഴുവിനെ പോലെ ഒരു സ്ലീപ്പിംഗ് ബാഗിൽ അവന് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോ ഗ്യാങ്സ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ കൊല്ലാൻ പോവാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ കങ്ങ് കിടന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ ഓരോരുത്തർക്ക് വേണ്ടി പണിയെടുത്തിട്ട് ഞാനിപ്പോ ഇതാ ചാവാൻ പോവാണ്. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകാതെ? സിനിമയുടെ സ്റ്റാർട്ടിങ് മുതല് ഇവന്മാരെല്ലാം കൂടി എന്നെ എടുത്തിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എടോ, ഞാൻ പോലീസല്ല, പോലീസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഇൻഫോമർ മാത്രമാണ്. ആ ഒരു സാങ് എന്നെ യൂസ് ചെയ്യായിരുന്നു, അതിന് വേണ്ടിയിട്ട് എന്നെ കൊല്ലണോ? നിങ്ങൾ ഒന്നും കൂടി ആലോചിച്ച് നോക്ക്, ഞാൻ പോലീസല്ല. ഇപ്പൊ ഗ്യാങ്സ്റ്റർ മുന്നോട്ടേക്ക് വന്നിട്ട് പറയാണ്, ഓ നീ പോലീസ് അല്ലല്ലേ, ഓക്കെ, നിനക്ക് അവസാനമായിട്ട് ഞാൻ ഒരു ചാൻസ് കൂടി തരാം. നിന്നെ ഏത് പോലീസുകാരനാണോ ഇങ്ങോട്ടേക്ക് വിട്ടത് അവനെ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് പോലെ പറ, എന്നിട്ട് അവൻ ഇവിടെ എത്തിക്കേ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു ചാൻസ് കൂടി തരാന്ന് പറയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീവൻ രക്ഷിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഫോൺ താന്ന് പറയുന്നുണ്ട്. അവനിപ്പോ ഫോൺ വാങ്ങിയിട്ട് ഗ്യാങ്സ്റ്റർ പറഞ്ഞതുപോലെ പറയാണ്, ഹലോ, ഞാൻ കങ്ങാണ്. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ലേഡിയുടെ ബോഡി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ വേഗം ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡി കണ്ടുപിടിക്കാം. ആ കേസ് തെളിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, എത്രയും പെട്ടെന്ന് വാന്ന് പറയാണ്. എന്നിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ടുള്ള ഹീറോയിനും കാർ എടുത്തിട്ട് കങ്ങ് പറഞ്ഞിട്ടുള്ള ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാണ്. ഹീറോ അറിയാതെ ഹീറോയിന്റെ പോലീസ് ടീമും ഇവർ പോകുന്നതിന്റെ പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. അവരങ്ങനെ പോയിട്ട് ആ ഒരു ലൊക്കേഷനിൽ എത്താണ്. അവിടെ എത്തിയതും ഹീറോയെ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഹീറോയിനും അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ പോലീസുകാർ കൂടിയിട്ട് ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. എന്നാൽ കങ്ങ് വിളിച്ചു പറഞ്ഞ സമയത്ത് അവൻ എന്തോ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയുന്ന രീതിയിൽ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കേട്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അവനിപ്പോ ഹീറോയിനെ വിളിച്ചിട്ട് ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോരുന്നൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കുകയാണ്. എന്നാൽ അതൊന്നും കേൾക്കാതെ ഹീറോയിനും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഉള്ളിൽ വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു വലിയ ഐസ് ബോക്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹീറോയിന്റെ ടീമിലുള്ള പോലീസുകാര് അതിന്റെ ഉള്ളിൽ ആ ലേഡിയുടെ ബോഡി ആയിരിക്കും വിചാരിച്ചിട്ട് അത് തുറക്കാനായിട്ട് അതിനടുത്തേക്ക് പോവാണ്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഹീറോയോട് സംസാരിച്ചിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് അവിടേക്ക് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ സമയത്ത് തന്നെ ബാക്കി ഉണ്ടായിരുന്ന പോലീസുകാര് ആ ഒരു ബോക്സ് പോയി തുറന്നു നോക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിലിരിക്കുന്ന കാര്യം കണ്ടിട്ട് എല്ലാണോ പേടിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഓടുന്നുണ്ട്. നോക്കുമ്പോൾ ആ ഒരു ബോക്സ് നിറച്ചും ഒരുപാട് ബോംബായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോ പൊട്ടിത്തെറിക്കുകയാണ്. ആ ഒരു ബിൽഡിംഗ് മുഴുവനും അങ്ങനെ നിന്ന് കത്തുന്നുണ്ട്. ഹാൻഡ് കഫ് അയക്കുന്ന ഒരു ചാവി നമ്മുടെ ഹീറോ വായിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ആ ഒരു ലോക്കൊക്കെ അയച്ചിട്ട് അവൻ ഫ്രീ ആവാണ്. ഈ ഒരു സമയത്ത് കങ്ങ് ഗ്യാങ്സ്റ്ററിനെ ഇന്ന് രക്ഷപ്പെട്ടിട്ട് ഹീറോ നിൽക്കുന്ന അവിടേക്ക് ഓടിക്കതച്ച്
വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഹീറോയ്ക്ക് ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. ഒരുപാട് തീയുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹീറോയിനെ രക്ഷിക്കാനായിട്ട് അവൻ അതിന്റെ ഉള്ളിലേക്ക് തന്നെ പോവാണ്. കത്തിയെറിയുന്ന ആ ഒരു തീന്റെ ഉള്ളിൽ കൂടെ അവൻ കൂളായിട്ട് നടന്നു കയറുന്നുണ്ട്. നോക്കുമ്പോൾ ഹീറോയിൻ കുറച്ച് മാറിയിട്ട് ഒരു പെട്ടിയുടെ ബാക്കിൽ ഒളിച്ചു നിന്നുകൊണ്ട് അവൾക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹീറോയ്ക്ക് ആശ്വാസമാണ്. ഞാൻ നിന്നെ രക്ഷിക്കാനായിട്ട് ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ഇപ്പൊ അവളെ പൊക്കിയെടുത്തിട്ട് തലയെ കൂടെ പുതപ്പും മൂടിയിട്ട് അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് വരികയാണ്. ആടി ഒളിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ബിൽഡിങ്ങിന് പുറത്ത് വന്ന സമയത്ത് തന്നെ വീഴുന്നുണ്ട്. പുതപ്പ് മാറ്റി നോക്കുന്ന സമയത്താണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഉള്ളിൽ പോയിട്ട് ആ ഒരു ഗ്യാസും പുകയൊക്കെ അടിച്ചിട്ട് ഹീറോയിന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹീറോയിനാണ് ഒരു വിധത്തില് ഇവനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത്. ഹീറോയിൻ ഇപ്പൊ ഹീറോയെ കൂട്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു റൂം എടുത്തിട്ട് നമ്മുടെ ഹീറോയെ ഓക്കെ ആക്കാണ്. അവന് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് സെറ്റ് ആക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് പുകയടിച്ചുകൊണ്ട് തന്നെ അവൻ ആ ഒരു ക്ഷീണം മാറുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ ചുമച്ചുകൊണ്ട് പറയാണ്, അന്ന് അവർ അപ്പാർട്ട്മെന്റിലേക്ക് നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് തന്നെ നീ എന്നെ ചതിക്കാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്ന നിന്റെ മരങ്ങോടന്മാരായിട്ടുള്ള പോലീസുകാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവന്മാരെ മുന്നിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചോദിക്കുക, അതുകൊണ്ടാണ് ചോദിക്കാതിരുന്നത്. നമ്മുടെ ചീഫ് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ നിനക്ക് അവനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവൻ ക്രിമിനൽസിന്റെ ആ ഒരു ലെഡ്ജർ കണ്ടുപിടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തിനാന്ന് നിനക്കറിയോ? അത് കാണിച്ച് ക്രിമിനൽസിനെ പേടിപ്പിച്ചിട്ട് അവൻ ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നീ എന്തിനാ അതിന് കൂട്ടു നിൽക്കുന്നത്? അങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാം ഹീറോയിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോയിനും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിനിടയിൽ ഇവർ തമ്മിലുള്ള ആ ഒരു പ്രണയം അങ്ങോട്ട് സെറ്റ് ആവുകയാണ്. ആ ഒരു തീന്റെ ഉള്ളിൽ കൂടെ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഹീറോ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ജീവൻ തന്നെ പണയം വെച്ച് അങ്ങോട്ടേക്ക് വന്നില്ലേ. ഇപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹീറോയിന് അവളുടെ ടീമിൽ നിന്നും ഒരു കോൾ വരാണ്. ഇപ്പൊ ഹീറോ പറയാണ്, നമ്മൾ രണ്ടുപേരും സെറ്റായിരുന്നു അവരോട് പറയാൻ നിൽക്കണ്ട. നീ എങ്ങനെയാണോ അവരോട് സംസാരിക്കാറുള്ളത് ആ ഒരു രീതിയിൽ തന്നെ സംസാരിച്ചാൽ മതി. അവളിപ്പോ കോൾ എടുക്കാണ്. നീ എവിടെയുള്ളത്? നിന്നെ ഈ ഒരു ഭാഗത്തൊന്നും കാണാനില്ലല്ലോ എന്ന് വിളിച്ച ആളുകൾ പറയുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ പറയാണ്, ആ ഒരു ബ്ലാസ്റ്റ് നടന്ന സമയത്ത് തന്നെ എന്റെ ബോധം പോയിട്ടുണ്ട്. ഞാനിപ്പോ എണീറ്റ് നോക്കുന്ന സമയത്ത് ഏതോ ഒരു ഹോട്ടൽ റൂമിലാണുള്ളത്. എന്ത് സാങ്ങനെ അവിടെ കാണാനില്ലെന്നോ? ഞാൻ നിൽക്കുന്ന ഈ റൂമിൽ ആരോ ഒരാൾ കുളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. മിക്കവാറും അവനായിരിക്കും എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്നെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് അവർ അഡ്രസ് ഒക്കെ അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ കങ്ങനെയാണ് കാണിക്കുന്നത്. അവൻ ഏതൊരു വഴി കൂടെ അങ്ങനെ നടന്നു വന്നോണ്ടിരിക്കുകയാണ്. എന്ത് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല. അവിടെയുള്ളൊരു ഫോൺ ബൂത്തിലേക്ക് കയറിയിട്ട് ആരോ വിളിച്ചിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ചീഫിനും ഗ്യാങ്സ്റ്ററിനും ഇടയിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. നമ്മുടെ ഹീറോ എക്സ്പെക്ട് ചെയ്തെല്ലാം വളരെ കറക്റ്റ് ആയിരുന്നു. ഗ്യാങ്സ്റ്റർ കുറെ നാളായിട്ട് പ്രമോഷൻ തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചീഫിനായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഇവന്റെ ഇൻഫോമർ ആയിട്ടുള്ള ഒരു ലേഡീനെ ഗ്യാങ്സ്റ്ററിന്റെ ടീമിന്റെ ഉള്ളിലേക്ക് വിട്ടിട്ട് ഇവർ ചെയ്തിട്ടുള്ള കൊലയും അതുപോലെ തന്നെ ആർക്കൊക്കെ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ലെഡ്ജർ അടിച്ചു മാറ്റിയത്. അതെങ്ങാനും ചീഫിന്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചീഫ് പറയുന്ന പോലെ ഗ്യാങ്സ്റ്റർ ചെയ്യേണ്ടി വരും. അതൊക്കെ മനസ്സിൽ കണ്ടിട്ടായിരുന്നു ചീഫ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഗ്യാങ്സ്റ്റർ പറയാണ്, നിനക്കിപ്പോ എന്താ വേണ്ടത്? പ്രമോഷൻ അല്ലേ വേണ്ടേ? ഒരു കാര്യം ചെയ്യ്, നീ എന്റെ അടുത്തേക്ക് അയച്ചിട്ടുള്ള ആ ഒരു പെണ്ണില്ലേ, അവളെ ഞാൻ കൊന്നിട്ടൊന്നുമില്ല. നീ അവളെ രക്ഷിക്കാൻ വരുന്ന രീതിയിൽ കുറച്ച് പോലീസുകാരെ കൂടിയിട്ട് ഞങ്ങളുടെ സ്ഥലത്തേക്ക് വാ. എന്നിട്ട് അവളെ രക്ഷിക്കുന്ന പോലെ കാണിക്കേ. ആ ഒരു ലെഡ്ജർ എവിടെ വെച്ചെന്നുള്ളത് നീ ചോദിച്ചു മനസ്സിലാക്ക്. പിന്നെ സാങ്ങിന്റെ ഗണ്ണ് നമ്മുടെ പയ്യന്മാരുടെ കയ്യിലിരിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അവളെ വെടിവെച്ചു കൊല്ലാം. അങ്ങനെ അയാളുടെ ശല്യം തീരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡീൽ ഉണ്ടാക്കുകയാണ്. ഗ്യാങ്സ്റ്റർ പറഞ്ഞിട്ടുള്ളത് പോലെ ചീഫ് അയാളുടെ പോലീസുകാരെ മുഴുവനും കൂട്ടിയിട്ട് ഗ്യാങ്സ്റ്ററിന്റെ ആ ഒരു പ്ലേസിലേക്ക് വരികയാണ്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ ഹീറോയും ഉണ്ട്. ഹീറോയെ വണ്ടിയിൽ ഹാൻഡ് കഫ് ഇട്ടിട്ട് അങ്ങനെ പൂട്ടി വെച്ചിരിക്കുകയാണ്. ഹീറോയിനും ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയിനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഹാൻഡ് കഫ് തുറക്കാനായിട്ടുള്ള ലോക്ക് ഇപ്പൊ ആരും കാണാതെ ഹീറോയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കങ്ങിപ്പോ വീണ്ടും ഗ്യാങ്സ്റ്ററിന്റെ ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇവനെ ഒളിച്ചിരിക്കുന്ന റൂമിലേക്ക് ഗ്യാങ്സ്റ്ററോട് സംസാരിച്ചിട്ട് കണ്ണടക്കാരൻ കയറി വരുന്നുണ്ട്. ബോസ്, അപ്പൊ ഇന്നത്തോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലേ? ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ കോള് കട്ട് ചെയ്യുന്നുണ്ട്. കങ്ങിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മുടെ ഹീറോയെ അടിച്ചിട്ട് ഒരു ബാഗ് നിറച്ചും പൈസ ഈ കണ്ണടക്കാരൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവനിപ്പോ അത് എടുത്തിട്ട് സേഫ് ആയിട്ട് ഒരു അലമാരിന്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. സംഭവം എല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ പൈസ വെച്ചിട്ടൊന്ന് ആർമാദിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ നടന്നിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ മുഴുവനും നമ്മുടെ കങ്ങ് കണ്ടോണ്ടിരിക്കല്ലേ. ഇവൻ പോയ ഉടനെ തന്നെ ആശാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അത് ശരി, അപ്പൊ എന്റെ അടുത്ത് അടിച്ചു മാറ്റിയിട്ടുള്ള പൈസ മുഴുവനും നിങ്ങൾ ഇവിടെയാണ് കൊണ്ടുവച്ചിട്ടുള്ളല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു അലമാര തുറക്കുകയാണ്. നാട്ടുകാരെ മുഴുവനും പറ്റിച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്നെയും പറ്റിച്ചിട്ട് നിങ്ങൾ എടുത്തിട്ട് പോവാ. എന്തായാലും പൈസ കിട്ടി, ഇനി ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതുമായിട്ട് എസ്കേപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആശാൻ പുറത്തേക്ക് ഓടി വരുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ അജാനുബാഹു ആ ഇൻഫോമർ ആയിട്ടുള്ള ലേഡീനെ തള്ളിക്കൊണ്ടുവരുന്നത് നമ്മുടെ കങ്ങ് കാണുന്നുണ്ട്. ഇവളിപ്പോഴും ജീവനോടെ ഉണ്ടോ? കിട്ടിയ പൈസ കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ടായിരുന്നു അവൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവളെ അങ്ങനെ വിട്ടിട്ട് പോകാനായിട്ട് അവന് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. എന്റെ ഈ ഒരു സ്വഭാവം കാരണമാണ് ഞാൻ നന്നാവാത്തത്. എന്തെങ്കിലും ആവട്ടെ, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് അവനോട് അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ചീഫിന്റെ ടീംസും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാങ്സ്റ്ററിന്റെ ടീംസും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഹീറോയെ മാത്രം വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് രണ്ട് ടീമും കൂടി ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയെ എങ്ങനെ റിലീസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ അവിടെ കറങ്ങി പതുങ്ങി നിൽക്കുന്നുണ്ട്. എന്നാൽ അവളുടെ തൊട്ടുമുന്നിൽ ഇപ്പൊ ഒരു പോലീസുകാരൻ വന്ന് നിൽക്കുകയാണ്. നോക്കുമ്പോ അവന്റെ തലമണ്ടയ്ക്ക് തന്നെ ഒരാൾ അടിക്കുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയായിരുന്നു. ഇപ്പൊ ഹീറോയുടെ തലയ്ക്ക് വേറൊരുത്തൻ അടിക്കുകയാണ്. അത് വേറൊരു പോലീസ് ഓഫീസർ ആയിരുന്നു. അയാളുടെ മണ്ടയ്ക്ക് വേറൊരുത്തൻ അടിക്കുകയാണ്. നോക്കുമ്പോ അത് നമ്മുടെ അജാനുബാഹു ആയിരുന്നു. അജാനുബാഹുവിന്റെ മണ്ടയ്ക്കും ഒരുത്തൻ അടിക്കുകയാണ്. അത് നമ്മുടെ കങ്ങായിരുന്നു. എന്നാൽ എല്ലാരും തലയ്ക്ക് അടിച്ചപ്പോഴും എല്ലാരും ബോധം കെട്ടി വീണിട്ടുണ്ട്. അജാനുബാഹു മാത്രം അങ്ങനെ കട്ടക്കി നിൽക്കുകയാണ്. ബോധം കെട് ഇതടിച്ചാ ബോധം കെടണം. എന്നാൽ അവൻ അങ്ങനെ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പൊ വേറെ
വേറെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ കങ്ങ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പൈസ നിറച്ചിട്ടുള്ള ബാഗ് നമ്മുടെ അജാനുബാഹുവിന് കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നീ എവിടെയും പോയി രക്ഷപ്പെടാ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, സാരല്ല നീ വെച്ചോ, നമ്മൾ ഒരു ഡീൽ ഉണ്ടാക്കാന്ന് പറയാണ്. അവനും ഇപ്പൊ ആ ഒരു ബാഗ് കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പില് ഇവന്മാര് ഹീറോയും രക്ഷിച്ചിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ ബാക്ക് കൂടെ നൈസായിട്ട് കയറി വരാണ്. ബിൽഡിങ്ങിന്റെ ഉള്ളില് ഗ്യാങ്സ്റ്ററും അതുപോലെ തന്നെ പോലീസുകാരനും അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഡിഫറന്റ് ആയിട്ടുള്ള പ്ലാനുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്യാങ്സ്റ്ററിന്റെ ടീമിന്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഡ്ജർ കിട്ടിയാൽ ഉടനെ തന്നെ നമ്മുടെ പോലീസുകാരുടെ ടീംസിനെ മുഴുവനായിട്ടും വെടിവെച്ച് കൊന്നു കളയണം. പോലീസുകാരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഡ്ജർ കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവന്മാരെല്ലാവരും അറസ്റ്റ് ചെയ്യണം. ഇവരിങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഐസ് ബോക്സ് ഒരു ട്രോളിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇവരുടെ ഫ്രണ്ടിലേക്ക് ഉന്തി വിടുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസുകാരെല്ലാം പേടിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ ഇതേപോലെ ഒരു ബോക്സിന്റെ ഉള്ളിലായിരുന്നല്ലോ ആ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നത്. അവന്മാരിപ്പോ ചീഫിന്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഇവന്മാരെ നമ്മളെ പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഇതേപോലെ തന്നെ ആ ഒരു ബോക്സ് തുറന്ന സമയത്താണ് ബോംബ് പൊട്ടിയത്. അങ്ങനെ രണ്ട് ടീംസിന്റെ ഇടയിലും ചെറിയൊരു കശവിശി ഉണ്ടാവുകയാണ്. എല്ലാം ഹീറോയിന്റെയും ടീമിന്റെയും പ്ലാൻ ആയിരുന്നോ. ഈ ഒരു ഇൻഫോമർ ലേഡിയെ രക്ഷിച്ചിട്ട് ആ ഒരു ട്രോളി മാത്രം പുറത്തേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇവര് രക്ഷിച്ചിട്ടുള്ള ആ ഒരു ഇൻഫോമർ ലേഡി ഇല്ലേ, അവളുടെ മുഖത്ത് കിട്ടിയിട്ടായിരുന്ന ആ ഒരു തുണി അയച്ചതും അവളെ കണ്ട സമയത്ത് തന്നെ നമ്മുടെ ഇൻഫോമർക്ക് ഭയങ്കരമായിട്ട് ക്രഷ് അടിക്കുകയാണ്. ഇവൾക്ക് വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം വേണ്ടിയും മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ ഇവനിങ്ങനെ വായും തുറന്നെന്ന് പറയുന്നുണ്ട്. ഇവരിവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് പോലീസുകാരും അതുപോലെ തന്നെ ഗ്യാങ്സ്റ്ററുടെ ടീമും ഇവരെ കാണാണ്. നമ്മുടെ ടീംസിന്റെ പുറകെ തന്നെ എല്ലാവരും ഇപ്പൊ ഓടി വരികയാണ്. ഇത് കണ്ട സമയത്ത് തന്നെ ഹീറോ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ, ഇവന്മാരുടെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കങ്ങനെയും ഹീറോയിനെയും നമ്മുടെ ഇൻഫോമർ ലേഡിയും അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ഹീറോയോട് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാണ്. പോകുന്ന വഴിക്ക് കങ്ങ് ചോദിക്കുന്നുണ്ട് നമ്മൾ ചെയ്തത് മണ്ടത്തരായി പോയില്ലേ, സാങ്ങനെ അവിടെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാൻ പാടില്ലായിരുന്നു, അവൻ അത്രയും പേരെ ഒറ്റയ്ക്ക് എങ്ങനെ ഡീൽ ചെയ്യാ, അവൻ അതിനുള്ള കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് ഞങ്ങളെ രണ്ടുപേരെയും അന്ന് ഡീപ്രൊമോട്ട് ചെയ്തൊരു കഥ നിനക്കറിയില്ലേ, അത് ആ ഒരു മിഷൻ ഫെയിൽ ആയതുകൊണ്ട് മാത്രമല്ല ഈ മിഷൻ എല്ലാം ശേഷം അവൻ അമ്മാരെ തേടി കണ്ടുപിടിച്ചിട്ടുണ്ട്, എല്ലായിടത്തിനെയും അടിച്ച് ബ്രൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ആ പേരിലാണ് അവനെ ഡീപ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഇവരെ നിസ്സാരമായിട്ട് അടിച്ച് തോപ്പിക്കാൻ പറ്റും. ഹീറോയിൻ ഇപ്പോൾ ഈ ഒരു മാസ് ഇൻട്രോ നമ്മുടെ ഹീറോയ്ക്ക് കൊടുത്ത അതേ സമയത്ത് തന്നെ അവിടെ കാണിക്കുകയാണ്. നോക്കുമ്പോൾ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ചാടി വീണിട്ട് എല്ലായിടത്തിനും അടിച്ച് തൂക്കി കളയുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ കങ്ങും ഇൻഫോമർ ലേഡിയും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും വില്ലന്റെ ടീംസിന്റെ മുന്നിൽ തന്നെ വന്ന് ചാടുകയാണ്. അതുപോലെ തന്നെ ചീഫിന്റെ ടീമും ഗ്യാങ്സ്റ്ററിന്റെ ടീമിന്റെ ഇടയിൽ പെട്ടുപോയിട്ടുണ്ട്. ഇപ്പൊ എല്ലായിടത്തിനെയും അവിടെ കെട്ടിക്കൂട്ടി വെച്ചിട്ട് ഗ്യാങ്സ്റ്റർ പറയാണ് എനിക്ക് ആ ഒരു ലെഡ്ജർ അത് എവിടെയുള്ളതെന്ന് എനിക്ക് അറിയണം, കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് ഞാൻ കൊന്നുകളയും. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ആരെ കൊല്ലേണ്ടത്, കങ്ങനെ കൊല്ലണോ അല്ലെങ്കിൽ വേണ്ട ഹീറോയിനെ തന്നെ ആയിക്കോട്ടെ, ആദ്യമായിട്ട് ഹീറോയിനെ കൊന്നങ്ങ് തുടങ്ങാന്ന് പറഞ്ഞിട്ട് അവളുടെ നേരെ ഗ്യാങ്സ്റ്റർ ഇപ്പൊ ഗണ്ണ് ചൂണ്ടുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ആരുടെ നേരെടാ ഗണ്ണ് ചൂണ്ടിയേക്കുന്നത്, എല്ലാവരും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ സ്ലോ മോഷനിൽ അങ്ങോട്ടേക്ക് നടന്നു വരികയാണ്. ഈ ഒരു സാധനം കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ രോമാഞ്ചം വരും. ഹീറോ ഒറ്റയ്ക്ക് വന്നിട്ട് ഇവരെല്ലാരും അടിച്ചു തൂക്കുന്നു വിചാരിക്കുന്ന സമയത്ത് അവന്റെ തലമണ്ടയ്ക്ക് തന്നെ ബേക്കിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഒരുത്തും കൊടുക്കുകയാണ്. വലിയ ഡയലോഗൊന്നും അടിക്കാതെ മുന്നോട്ടേക്ക് നടക്കണമെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ തള്ളുന്നുണ്ട്. ആക്ച്വലി ഹീറോയെ ഓൾറെഡി അവർ പിടിച്ചിട്ടുണ്ടായിരുന്നു. സോറി ഗൈസ്, ഞാൻ ഒറ്റയ്ക്ക് ഇവന്മാരെ ഡീൽ ചെയ്യാന്നാണ് വിചാരിച്ചത്, പക്ഷെ 19 പേര് ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ, പെട്ടുപോയി, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ഇതുവരെ വന്നില്ലല്ലോ എന്ന് കങ്ങ് ഇങ്ങനെ പറയുന്നുണ്ട്. ആരാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ വാതിലില് ഒരു മുട്ട് കേൾക്കുന്നുണ്ട്. ഒരാളിപ്പോ കടവാതിലും തുറന്നിട്ട് മെല്ലെ ഉള്ളിലേക്ക് കയറി വരികയാണ്. ആരാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എലൈറ്റ് പാർക്ക് ആയിരുന്നു. ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ കങ്ങ് പോയിട്ട് ആർക്കും ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് എലൈറ്റ് പാർക്കിനായിരുന്നു. ഇവന്മാര് വരുന്നതിന്റെ ഇടയിൽ നമ്മുടെ അജാനുബാഹുവിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പൈസയും തിരിച്ച് നമ്മുടെ ടീംസിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് പോലീസുകാരുടെ ഒരു പട തന്നെ അകത്തേക്ക് ഇരച്ചു കയറുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്തും ഗ്യാങ്സ്റ്റർ അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് നോക്കുകയാണ്. ഇപ്പൊ ഹീറോ ആ ഒരു കാറിന്റെ പുറകെ ഓടിയിട്ട് അതിന് മുകളിലേക്ക് ചാടി വീഴാണ്. ഇവനെ കണ്ട് പേടിച്ചിട്ട് നമ്മുടെ കണ്ണടക്കാരൻ പെട്ടെന്ന് വണ്ടി വെട്ടിത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വണ്ടി ആക്സിഡന്റ് ആവുകയാണ്. അതിലുണ്ടായിരുന്ന ഗ്യാങ്സ്റ്ററും അതുപോലെ തന്നെ കണ്ണടക്കാരനും ഇപ്പോൾ അങ്ങനെ ലോക്ക് ആയിട്ടുണ്ട്. ഇവിടെ ചീഫിനെയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് എലൈറ്റ് പാർക്കിന്റെ ടീം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാശും അവന് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അവന് കൂട്ടായിട്ട് ആ ഒരു ഇൻഫോമർ ലേഡിയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവസാനം ഹീറോയിനും ഒന്നിച്ചാവുന്നുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം ഇവർ തമ്മിൽ ഡേറ്റ് ചെയ്തിട്ട് ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. നമ്മുടെ കങ്ങാണെന്നുണ്ടെങ്കിൽ അവന്റെ കൈയും കാലം വെച്ചിട്ട് വെറുതെ അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമില്ലല്ലോ, വേറെ ഏതോ ഒരു ക്രിമിനൽ ഗ്യാങ്ങിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് കാര്യങ്ങൾ ലീക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കറക്റ്റായിട്ട് അവിടെ റെയ്ഡിന് വന്നിട്ടുണ്ടായിരുന്ന എലൈറ്റ് പാർക്കിന്റെ ടീം ഇവനെ വീണ്ടും പൊക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ക്യാമറയിൽ നോക്കിയിട്ട് നിങ്ങളിത് കാണുന്നുണ്ടാവും എനിക്കറിയാം, എത്രയും പെട്ടെന്ന് എന്നെ വന്നിട്ട് രക്ഷിക്കുമെന്ന് പറയാണ്. ഈ ഒരു സീൻ കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ചിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.